നമ്മൾ സിംഗിൾ എൻട്രിയിൽ പ്രോഫിറ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ളതും അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് പരിചയപ്പെട്ടത്. ഫസ്റ്റ് മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, രണ്ട് കൺവേർഷൻ മെത്തേഡ്. കൺവേർഷൻ മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ബാലൻസ് ഷീറ്റ്, അതായത് ഫൈനൽ അക്കൗണ്ട്സ് ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റാണ് നമുക്ക് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ഓപ്പണിംഗ് ഡേയിലെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേയിലെ കുറച്ച് അസറ്റും അതുപോലെ തന്നെ ഒരു ലൈബിലിറ്റി ക്രെഡിറ്റേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റും ലൈബിലിറ്റീസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ് ₹1,500, ഡിസ്കൗണ്ട് അലൗഡ് 4,500, ഡിസ്കൗണ്ട് റിസീവ്ഡ് 5,200, ജനറൽ എക്സ്പെൻസസ് 9,500, റെസിപ്റ്റ്സ് ഫ്രം ഡെറ്റേഴ്സ് ₹1,60,000, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ₹1,20,000, ഡ്രോയിങ്സ് 12,500, പർച്ചേസ് റിട്ടേൺസ് ₹2,000 and sales returns ₹4,500, charge depreciation on furniture at 5%. ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ കമ്പൽസറി ആയിട്ട് വേണ്ട റൈറ്റുമാണ് പർച്ചേസ്, അതുപോലെ തന്നെ സെയിൽസ് അല്ല. പക്ഷേ ഇവിടെ പർച്ചേസ് തന്നിട്ടില്ല, സെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് പർച്ചേസും സെയിൽസും വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം സെയിൽസ് കാണാനായിട്ട്, സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് കാണാനായിട്ട് നമ്മൾ വരയ്ക്കുന്നൊരു അക്കൗണ്ടാണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ട് വരും. ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് എന്ത് കിട്ടും? ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. പക്ഷേ ഇവിടെ ക്യാഷ് സെയിൽസ് ഇല്ല. ക്യാഷ് സെയിൽസ് ഉണ്ടെങ്കിൽ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടി ടോട്ടൽ ആഡ് ചെയ്തിട്ട് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സെയിൽ കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ ക്യാഷ് സെയിൽസ് ഇല്ലാത്തത് കൊണ്ട് ആകെ ചിലപ്പോൾ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ചിലപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ സെയിൽസ് എന്ത് ചെയ്താൽ മതി? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സെയിൽ കാണിച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് നമ്മൾ പർച്ചേസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ ഇവിടെ ക്യാഷ് പർച്ചേസ് ഉണ്ടായിരിക്കില്ല. ക്യാഷ് പർച്ചേസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റിനിൽ തന്നിരുന്നേനെ, അത് തരാത്തത് കൊണ്ട് അവിടെ ക്യാഷ് പർച്ചേസ് ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസിങ് എമൗണ്ട് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പണിംഗ് ഡേറ്റിൽ, അതായത് ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് നമ്മൾ ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആണ്. ഓപ്പണിംഗ് ഡേറ്റിലെ ഡെപ്റ്റേഴ്സ് ആണ് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. ക്വസ്റ്റിനിൽ നമുക്ക് തന്നിട്ടുണ്ട് ഓപ്പണിംഗ് ഡേറ്റിലെ ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 70,000 എന്ന് തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതാം? ക്ലോസിംഗ് ഡേറ്റിലെ ഡെപ്റ്റേഴ്സ് എഴുതാം. ക്ലോസിംഗ് ഡേറ്റിലെ ഡെപ്റ്റേഴ്സ് നമ്മൾ ലാസ്റ്റായിട്ട് അവസാനമായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ഡേറ്റിലെ ഡെപ്റ്റേഴ്സ് സൈഡിൽ 95,000 എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ഡേറ്റിൽ ഡെപ്റ്റേഴ്സ് ചെയ്താൽ ക്രെഡിറ്റ് സൈഡിൽ ലാസ്റ്റായിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്റേഴ്സ്. ഇത് ഫോർമാറ്റ് പ്രകാരമുള്ളതാണ്. ഫോർമാറ്റ് പഠിച്ചാലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കുക. ബാഡ് ഡെപ്റ്റ് സാധാരണ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ്. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, അതുപോലെ ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കാണിക്കുക, അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക, സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കാണിക്കുക, ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ അത് കാണിക്കുക. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ബിൽസ് റിസീവബിൾ ഒന്നുമില്ല. ബാഡ് ഡെപ്റ്റ്സ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് ബാഡ് ഡെപ്റ്റ്സ് 1,500, അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് കാണിക്കുക ക്രെഡിറ്റ് സൈഡിൽ 4,500. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്. പക്ഷേ ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിലല്ല കാണിക്കുക, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലാണ് കാണിക്കുക. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്കത് കാണിക്കാം. അതിനുശേഷം ജനറൽ എക്സ്പെൻസ് ഒന്നും ഇവിടെ വരില്ല. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നൊരു എക്സ്പെൻസ് ആണ്. റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് എന്ന് പറഞ്ഞാണ് കാണിക്കേണ്ടത്. എമൗണ്ട് 1,60,000. അപ്പോൾ ക്യാഷ് ആയിട്ട് ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാം, ചെക്കായിട്ട് കിട്ടാം. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് ക്യാഷ് ആണ്. ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം. ചെക്ക് ആണെങ്കിൽ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതുന്നു. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്നതാണ്. ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. പർച്ചേസ് റിട്ടേൺ നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്നതാണ്. സെയിൽസ് റിട്ടേൺ അവിടെ വരും, ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരും. ഡെറ്റേഴ്സ് പറഞ്ഞ് ഓർത്ത് വയ്ക്കുക, നമുക്ക് സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരിക. ഡെറ്റേഴ്സിന് ക്യാഷ് കിട്ടുന്നു, അത് ക്രെഡിറ്റ് സെയിൽസ് അല്ലേ? ഇത് ശരിക്കും കടമായിട്ട് നമ്മൾ വിൽക്കുമ്പോഴാണ് ഡെറ്റേഴ്സ് ഉണ്ടാവുന്നത്. ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ക്രെഡിറ്റ് സെയിൽസ് കിട്ടുക. അപ്പോൾ ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്ന എപ്പോഴായിരിക്കും? നമ്മൾ സെയിൽ ചെയ്യുമ്പോഴായിരിക്കും അല്ലേ? അതുപോലെ ബാഡ് ഡെപ്റ്റ് വരുന്ന എപ്പോഴായിരിക്കും? ക്രെഡിറ്റ് സെയിൽസിൽ നിന്നാണ് ബാഡ് ഡെപ്റ്റ് വരിക. സെയിൽസ് റിട്ടേൺ സെയിൽ ചെയ്താൽ
മാത്രമേ സെയിൽസ് റിട്ടേൺ വരുള്ളൂ. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ടതും ആണ് എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന അതാണ് ശരിക്കും ഡെറ്റേഴ്സ് അക്കൗണ്ട്. അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. അപ്പോൾ നമ്മൾ ക്യാഷ് എഴുതി, ഡിസ്കൗണ്ട് എല്ലാം അവിടെ എഴുതി, ബാഡപ്റ്റ് ചെയ്ത്, സെയിൽസ് റിട്ടേൺ എഴുതി, ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് ടോട്ടൽ കൂടുതൽ വരിക, 2,65,500. അതിൽ നിന്നും 70,000 മൈനസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എന്ന് കിട്ടും, ദാറ്റ് ഈസ് 1,95,500. ഇതുപോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. ഡെറ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പഠിക്കാം, അതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സ് എഴുതുന്ന ക്രെഡിറ്റ് സൈഡിലാണ്. ബാലൻസ് ബ്രോ ഡൗൺ അവരുടെ എമൗണ്ട് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 52,000. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സ് ചെയ്താം. ഡെബിറ്റ് സൈഡിൽ അവസാനമായിട്ട് ബാലൻസ് ക്യാരി ഡൗൺ 60,000. ഓക്കെ, അതിനുശേഷം അഡ്ജസ്റ്റ്മെന്റിലുള്ള പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, അത് നമ്മൾ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കണം. അവിടെയും നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്താൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ്, ഇവിടെയാണെങ്കിൽ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കാണിക്കുക 1,20,000. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതുപോലെ അവിടെ നമ്മൾ സെയിൽസ് റിട്ടേൺ എഴുതി, ഇവിടെ പർച്ചേസ് റിട്ടേൺ ആണ് വരിക, പർച്ചേസ് റിട്ടേൺ എഴുതുക. അതിനുശേഷം ബാലൻസ് ചെയ്യുക. നോർമലി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസിങ് ഫിഗർ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ടോട്ടൽ എമൗണ്ട് കൂടുതൽ വരിക, 1,87,200. അതിൽ നിന്നും 52,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1,35,200 കിട്ടും, ദാറ്റ് ഈസ് ക്രെഡിറ്റ് പർച്ചേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അതിന് മുമ്പ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്യാപിറ്റൽ എഴുതണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്നതാണ്. നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ടു ദ ബിസിനസ് ആണ്, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. സാധാരണ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ അവസാനം നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുക. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ഡേറ്റിൽ ഐറ്റംസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ക്യാഷ് 12,000, സ്റ്റോക്ക് 35,000. നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുന്നത് ബാലൻസ് ഷീറ്റ് പോലെയാണ്. അതായത് ലൈബിലിറ്റീസ് എമൗണ്ട്, അസെറ്റ് എമൗണ്ട്. അസെറ്റ് സൈഡിൽ നമുക്ക് ക്വസ്റ്റിനിൽ വന്നിരിക്കുന്ന ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ് എടുത്ത് എഴുതുക 12,000, സ്റ്റോക്ക് 35,000, ഡെറ്റേഴ്സ് 70,000, ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി സൈഡിൽ 52,000 എഴുതാം, ഫർണിച്ചർ അസെറ്റ് സൈഡിൽ എഴുതുക 10,000. അതിനുശേഷം ടോട്ടൽ ചെയ്യുക. അസെറ്റ് സൈഡിന്റെ ടോട്ടൽ വരുന്നത് 1,27,000 ആണ്. അതിൽ നിന്ന് ലൈബിലിറ്റി സൈഡിൽ ആ ഒരു ലൈബിലിറ്റി മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ആണ്. 52,000 മൈനസ് ചെയ്യുക, ബാക്കി ബാലൻസിങ് ഫിഗർ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും, ദാറ്റ് ഈസ് 75,000. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് 35,000 എഴുതി. പർച്ചേസസ് നമ്മൾ കണ്ടുപിടിച്ചു, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് പർച്ചേസസ്, ദാറ്റ് ഈസ് 1,35,200. ഈ ക്വസ്റ്റിനിലെ പർച്ചേസ് റിട്ടേൺ ഉള്ള കാരണം നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യണം, 2,000 മൈനസ് ചെയ്യുക. അപ്പോൾ 1,33,200 എന്ന് കിട്ടും. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എഴുതുക. സെയിൽസ് എന്ന് പറഞ്ഞ ക്വസ്റ്റിനിൽ ഡയറക്ട്ലി തന്നിട്ടില്ല, അത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരച്ചത്. അത് ബാലൻസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ആണ് 1,95,500. അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുക 4,500. അപ്പോൾ നമുക്ക് 1,91,000 കിട്ടും. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ നമുക്ക് ക്വസ്റ്റിനിൽ, അതിലെ ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക്, ദാറ്റ് ഈസ് 25,000. ടോട്ടൽ ചെയ്യുക, ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് 2,16,000 വരിക. അതിൽ നിന്ന് മൈനസ് ചെയ്യുക, ബാലൻസിങ് ഫിഗർ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ്. ഓൾറെഡി നമുക്ക് ക്വസ്റ്റിനുണ്ട്, ഡിസ്കൗണ്ട് എല്ലാവരുടെ എക്സ്പെൻസ് ആണ്. ആ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അതിനുശേഷം ജനറൽ എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഐറ്റമാണ് ബാഡപ്റ്റ്. ബാഡപ്റ്റ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും ബാഡപ്റ്റ് 1,500. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലാസ്റ്റ് പറയുന്നുണ്ട് ക്വസ്റ്റിനിലെ, ചാർജ് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ അറ്റ് 5%. നോർമലി ഫർണിച്ചർ 10,000 ആണ് ക്വസ്റ്റ്യനിൽ, അതിൻ്റെ 5% ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. അപ്പോൾ 10,000 5% 500 എന്ന് കിട്ടും. അതായത് 10,000 ഇൻറ്റു 5/100, ദാറ്റ് ഈസ് 500. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ ആകെ 2 ഐറ്റം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടിയ ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്തതും ഡിസ്കൗണ്ട് റിസീവ്ഡും ടോട്ടൽ ചെയ്യുമ്പോൾ 53,000 എന്ന് കിട്ടും. അതിൽ നിന്നും ഡെബിറ്റ് ബാലൻസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 37,000. അതിനുശേഷം നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്ലോസിംഗ് ഡേറ്റിലെ എല്ലാ സെറ്റുകളും എഴുതാം. ഓക്കെ,
ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റും ലയബിലിറ്റീസ് ചെയ്ത്. പക്ഷേ ക്യാപിറ്റൽ മാത്രം നമ്മൾ എഴുതുന്ന ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ബാലൻസിംഗ് ഫിഗർ 75,000 കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റൽ 75,000 ചെയ്താൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസിംഗ് ഫിഗർ ആയിട്ടുള്ള 37,000 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അത് ആഡ് ചെയ്യുക. അതിൽ നിന്നും ഡ്രോയിങ്സ് ക്വസ്റ്റിനുണ്ട്, ഡയറക്ട്ലി തന്നിട്ടുണ്ട്. അത് ലെസ് ചെയ്ത് 99,500 എന്ന് കിട്ടും. അതിനുശേഷം ക്ലോസിംഗ് ഡേയിൽ അസറ്റ് ഒക്കെ എടുത്ത് എഴുതുക. ക്യാഷ് എഴുതുക. സ്റ്റോക്ക് ക്യാഷ് 30,000, സ്റ്റോക്ക് 25,000, ഡെറ്റേഴ്സ് 95,000, ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആയതുകൊണ്ട് ലയബിലിറ്റി സൈഡിൽ ചെയ്ത 60,000. അടുത്ത ഫർണിച്ചർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫർണിച്ചറിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. 500 ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടിയേക്കുന്നത്. നമ്മൾ എന്തിനാണ് 10,000 നിന്നും 500 ലെസ് ചെയ്തിട്ട് 9,500 കാണിക്കുക. ലാസ്റ്റ് ടോട്ടൽ ചെയ്യുക, രണ്ട് സൈഡും ടാലി ആവും. ഇതാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒന്നും അറിയില്ലെങ്കിൽ പോലും കുറേ അക്കൗണ്ടുകൾ, ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ക്യാഷ് ബുക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഒക്കെ ഓൾറെഡി നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വരച്ച് വെക്കുക. അറിയാത്ത കുട്ടികളാണെങ്കിൽ അതെല്ലാം വരച്ചെങ്കിലും വെച്ചിട്ട് അറിയാവുന്ന ക്വസ്റ്റിനുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് പെറുക്കിയെടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കുക. നമുക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങളുണ്ടല്ലോ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്, അതെങ്കിലും എടുത്ത് പെറുക്കിയെടുത്ത് എഴുതാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്കൊരു essay ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു 12 മാർക്ക് 10 മാർക്സോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ക്യാഷ് ബുക്കൊക്കെയാണ് സാധാരണ നമുക്ക് ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ബിൽസ് പേബിൾ അക്കൗണ്ട് ഒക്കെ നമ്മൾ സാധാരണ വർക്കിംഗ് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരിക. അതുകൊണ്ട് എന്തൊക്കെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതൊക്കെ വരച്ച് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺലി നമ്മൾ ഇതെല്ലാം വരച്ച് വെച്ചിട്ട് അറിയാവുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കിയെടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ചാപ്റ്റർ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു. Thanks for watching.